കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവികൾ ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ISIയുടെ ഡയറക്ടർ ജനറൽ ഓഫ് അനാലിസിസ് മേജർ ജനറൽ ഷാഹിദ് അമീർ അബ്സറും സംഘവും ധാക്ക സന്ദർശിച്ചു വരികയാണ്. അവർ ബംഗ്ലാദേശിൻ്റെ 3 സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജസ്വാൾ പറഞ്ഞത് തങ്ങൾ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2024 ഡിസംബറിൽ മുഹമ്മദ് യൂനുസും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നിരുന്നു. ആ സമയത്ത് ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് യൂനുസ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് 1971 പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ്റെ സൈനിക മേധാവികളുമായി അടിക്കടി യൂനുസിൻ്റെ ഭരണകൂടവും ബന്ധപ്പെട്ട് വരുന്നു. ഇതിനെക്കുറിച്ചാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജസ്വാൾ പറഞ്ഞത്. അയൽരാജ്യത്ത് നടക്കുന്ന നീക്കങ്ങൾ തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണ്. അയൽരാജ്യങ്ങളുമായി നല്ല ബന്ധത്തിൽ പോകണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷേഖ് ഹസീന പലായനം ചെയ്തതിനു ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ആടി ഉലയുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഷേഖ് ഹസീനെ വിട്ടു തരണമെന്നാവശ്യപ്പെടുകയും കൂടി ബംഗ്ലാദേശ് ചെയ്തതോടുകൂടി ബന്ധം കൂടുതൽ വിള്ളലിലേക്ക് നീങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാക് ചാര സംഘടനയുടെ മേധാവി ബംഗ്ലാദേശിൽ എത്തുന്നത്. ഇതിനു മുൻപ് തന്നെ പാകിസ്ഥാനിലുള്ള ചില ടെറർ ഗ്രൂപ്പുകൾ, ഭീകരവാദ ഗ്രൂപ്പുകൾ ബംഗ്ലാദേശിലെത്തി അവിടുത്തെ റോഹിംഗ്യ മുസ്ലിങ്ങൾ അടക്കമുള്ളവർക്ക് ട്രെയിനിങ് നൽകുന്നതായ ഒരു വാർത്തയും ഉണ്ടായിരുന്നു. ഏതായാലും സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുടെ അയൽപക്കം എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.